ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി എറണാകുളം ബ്രോഡ്വേയിലേക്ക് എത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ ലൈറ്റും നക്ഷത്രങ്ങളും സീരിയസ് സെറ്റും അങ്ങനെ പല പല സംഭവങ്ങൾ നമുക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും എറണാകുളം ബ്രോഡ്വേയിലേക്ക് വരാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ വിലക്കുറവാണ്. അതുകൂടാതെ മറ്റു പലയിടത്തും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒട്ടുമിക്ക വെറൈറ്റി ഐറ്റംസും ഇവിടെ കിട്ടും എന്നുള്ളതാണ്. ബ്രോഡ്വേയിൽ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടെ എല്ലായിടത്തും ഈ സംഭവങ്ങൾ കിട്ടുമെങ്കിലും കുറച്ചും കൂടി വിലക്കുറവും കുറച്ചും കൂടി കൂടുതൽ സാധനങ്ങളും കാണാൻ കഴിയുന്നത് ബ്രോഡ്വേയുടെ അകത്തുള്ള മേത്ര ബസാറിലാണ്. അപ്പോൾ അവിടെയും നമ്മൾ പോയി. അപ്പോൾ ബ്രോഡ്വേയിലെയും മേത്ര ബസാറിലെ എല്ലാ കാഴ്ചകളും കച്ചവടങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഷോപ്പുകളുള്ള ആളുകൾ പോലും ഇവിടെ അവരുടെ കടയിലേക്കുള്ള ഹോൾസെയിലായിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ബ്രോഡ്വേയിൽ വരുന്നുണ്ട്. അതായത് ബൾക്ക് പർച്ചേസിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. ഓരോ വർഷവും ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ടൈമുകളിൽ ഓരോ വെറൈറ്റി ഐറ്റംസ് പുതിയതായിട്ട് ഇറങ്ങാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു പുതിയൊരു വെറൈറ്റി ഇറങ്ങിയെങ്കിൽ ഈ വർഷം മറ്റൊരു വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഇറങ്ങുന്ന എല്ലാത്തരം വെറൈറ്റികളും വേറെ എവിടെ കിട്ടിയില്ലെങ്കിലും നമ്മുടെ എറണാകുളം ബ്രോഡ്വേയിലും മേത്ര ബസാറിലും ഉണ്ടാവും. ഇതൊക്കെ കുറച്ച് പഴയ ഐറ്റംസ് ഒക്കെ ഉണ്ടോ, ഇപ്പോൾ പഞ്ഞത്തല കുത്തി കറങ്ങുന്നതും ഇതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ വിലക്കുറവിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, അവിടെയുള്ള എല്ലാ ഷോപ്പിലും ഒരേ വിലയല്ല. കാരണം ഞാനിപ്പോൾ ഈ ഒരു നക്ഷത്രത്തിൻ്റെ കാര്യം കാണിക്കാം. ഈ ഒരു നക്ഷത്രം നമ്മൾ അവിടെ നിന്ന് മേടിച്ചത് 640 രൂപയ്ക്കാണ്. ഇതേ സെയിം നക്ഷത്രം നമ്മുടെ നാട്ടിലുള്ള ഒരു ലോക്കൽ ഷോപ്പിൽ ചോദിച്ചപ്പോൾ 750 രൂപ 780 രൂപ അങ്ങനെയാണ് രണ്ട് കടകളിൽ പറഞ്ഞത്. അതേ സെയിം സാധനം നമുക്ക് 650 രൂപ 680 രൂപ 700 രൂപ 720 രൂപ അങ്ങനെ പല പല വിലകളിൽ ബ്രോഡ്വേയിലെ കടകളിൽ കാണാൻ പറ്റി. അതെല്ലാം അപ്പോൾ നമ്മൾ ഒരു കടയിൽ പോയി ഒറ്റയടിക്ക് സാധനങ്ങൾ മേടിക്കാതെ ഒന്നോ രണ്ടോ കടയിൽ പോയി ഒന്ന് വിലയൊക്കെ ചോദിച്ചതിന് ശേഷം മേടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇപ്പോൾ നല്ല തിരക്കാണ്. അതായത് ക്രിസ്മസ് സമയത്ത് ഒരാഴ്ചയും കൂടി ഉള്ളപ്പോൾ നല്ല തിരക്കാണ്. വൈകുന്നേരം സമയത്ത് മാക്സിമം പോകുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഒരു പരിധിവരെ നല്ലത്. കാരണം ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കുട്ടികളായിട്ടൊക്കെ മാക്സിമം നമ്മൾ പോകാതിരിക്കുക. ഇനി കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ പോകാം. അതായത് രാവിലെ ഒരു 10 മണിയോട് കൂടി എല്ലാത്തരം കടകളും എല്ലാ കടകളും ഏകദേശം ഓപ്പൺ ആയിരിക്കും. 10 മണിയോട് കൂടി 9 മണിക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ചില കടകൾ മാത്രം ഓപ്പണായി വരുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പം കുറച്ച് നേരത്തെ ചെന്ന് കഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യക്ക് മുമ്പായിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ വലിയ തിക്കിലും തിരക്കിലും പെടാണ്ട് സാധനങ്ങൾ ബൾക്കായിട്ട് നല്ല ലാഭത്തിൽ മേടിച്ച് നിങ്ങൾക്ക് പോരാൻ പറ്റും. ദൂരെയുള്ള പലർക്കും ചിലപ്പോൾ ബ്രോഡ്വേ എവിടെയാണെന്ന് അറിയണമെന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ലൊക്കേഷൻ പറഞ്ഞു തരികയാണ്. അതായത് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജെട്ടി മേനക വഴിയുള്ള ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ മേനകയിലോ ഹൈക്കോർട്ടിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സിമ്പിളായിട്ട് നടന്ന് ബ്രോഡ്വേയുടെ അകത്തേക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ നടത്തുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കാം. അവർക്കും ലാഭത്തിൽ സാധനങ്ങൾ കിട്ടട്ടെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നതുവരെ ബൈ.